രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പൂരി കൊച്ചിന് ടിഫിന് കൊണ്ടുപോകാൻ അവൻ്റെ ടിഫിൽ വെക്കത്തക്ക രീതിയിലുള്ള കൊച്ചു കൊച്ചു പൂരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ക്യാനിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് എന്നിട്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ചീനച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകവും ചേർത്ത് എന്നിട്ട് ടൊമാറ്റോയും സവാളയും കൂടെ ഇട്ടതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ടൊമാറ്റോ നന്നായി വെന്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ കുക്കറിലൊരു സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പം കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നാളത്തേക്കുള്ള ഇഡലിക്ക് ഉള്ള അരി അടപ്പത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ കുക്കർ തുറന്ന് ഇപ്പോഴാണ് ഞാൻ മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പുളിവെള്ളവും ചേർത്ത്, ഞാൻ സാമ്പാർ പൊടി ചേർക്കാറില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് മൂപ്പിച്ച് ചേർത്തതിന് ശേഷം ലാസ്റ്റ് കടുക് വറക്കുന്നുണ്ടേ കായപ്പൊടി ചേർക്കും. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ.